ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കേരള സർക്കാർ വനനിയമത്തിൽ വരുത്തിയ ഭേദഗതി അല്ലെങ്കിൽ വനനിയമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനം മൊത്തം ചർച്ച ചെയ്യുന്നതെന്ന് പറയാം. പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് വനനിയമ ഭേദഗതി കൊണ്ടുവരാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ വനനിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടയാടുന്നത്. നമ്മൾ ഈ കോതമംഗലത്തൊക്കെ കഴിഞ്ഞിടയ്ക്ക് നടന്ന ഇൻസിഡൻ്റൊക്കെ കണ്ടതാണ്. കോതമംഗലത്തെ കാട്ടാന ഇറങ്ങിയ സംഭവം. അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശങ്ങളിൽ, അതായത് മൂന്നാർ, പീരുമേട് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വന്യമൃഗങ്ങൾ ഇപ്പോഴത്തെ കോതമംഗലത്ത് നടന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ അടിക്കടി അവിടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ തടയുവാൻ വേണ്ടിയാണ് സർക്കാർ ഇത് കൊണ്ടുവന്നതെന്നാണ് സർക്കാർ പറയുന്നത്. അല്ലെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇതിനെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനെ എതിർക്കുകയാണ്. അതായത് വി ഡി സതീശനൊക്കെ ഇത് പറയുന്നത്, വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ പറയുന്നത്, അതായത് ഈ ഒരു നിയമം എന്ന് പറയുന്നത് വനം മേഖലയിൽ താമസിക്കുന്നവരോട് സർക്കാർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു ഇതാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതായത് അവർക്കൊക്കെ ഇത് ദോഷം ചെയ്യുമെന്ന രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നതെന്ന് പറയാം. അതോടൊപ്പം കേരള കോൺഗ്രസ് എമ്മും ഇതിനെതിരെ, ജോസ് കെ മാണിയുടെ അദ്ദേഹവും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ നിയമത്തിന് എതിരാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ നിയമത്തിനെതിരാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം കോൺഗ്രസും ഇതിന് എതിരാണ്. അതായത് വന്യമേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ദൂഷ്യം ചെയ്യും അല്ലെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്നതെന്ന് പറയാം. സർക്കാർ പറയുന്നത്, അതായത് ആ ഒരു ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. അതിൽ ഈ ഭേദഗതി വരുത്തിയെന്നാന്ന് വെച്ചാൽ നിലവിലുള്ള പിഴയുടെ 10 ഇരട്ടി, അതായത് അവിടെ മാലിന്യം നിക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിഴയുടെ 10 ഇരട്ടി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 ഇരട്ടി ഈടാക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക്. അതോടൊപ്പം ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നുവെന്നാണ്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളെ അല്ലെ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ചൊടിപ്പിച്ചതെന്ന് പറയാം. കാരണം അമിത അധികാരം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരമാണ് ഈ പുതിയൊരു നിയമത്തിലൂടെ സർക്കാർ കൊടുത്തിരിക്കുന്നത്. അതായത് വാറണ്ടുകളോ അതോടൊപ്പം മജിസ്ട്രേറ്റിൻ്റെ അധികാരം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരമോ ഇല്ലാതെ, അനുമതിയോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനും അതോടൊപ്പം തടങ്കിൽ വയ്ക്കുവാനും, കുറ്റവാളികളെ വന്യമേഖലയിൽ നിന്നുള്ള കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുവാനും തടങ്കിൽ വയ്ക്കുവാനും ഉദ്യോഗസ്ഥർക്ക് നിയമം നൽകുന്നു, അനുമതി നൽകുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരമാണ് ഇതുവഴി സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് മറ്റു പാർട്ടികൾ എതിർപ്പിന് കാരണമെന്ന് പറയുന്നത്. അതായത് 10 ഇരട്ടി പിഴ ചുമത്തുന്നതും അതോടൊപ്പം അനുമതിയില്ലാതെ അല്ലെങ്കിൽ വാറണ്ടോ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനും അതോടൊപ്പം തടങ്കിൽ വയ്ക്കുവാനും, കുറ്റവാളികളെ അല്ലെങ്കിൽ കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുവാനും തടങ്കിൽ വയ്ക്കുവാനും ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നു. അതോടൊപ്പം വന്യമേഖലയിൽ അതിക്രമിച്ച് കടക്കുന്നവരെയൊക്കെ ഇങ്ങനെ പിടിക്കുവാനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അമിത അധികാരമൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ ചോദ്യം ചെയ്യുന്നതും. അതോടൊപ്പം വന്യമേഖലയിൽ താമസിക്കുന്നവർക്ക് ഇത് വളരെയധികം ദൂഷ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യർക്ക് സപ്പോർട്ടായിട്ടൊരു നിയമമല്ല സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്, മൃഗങ്ങൾക്ക് സപ്പോർട്ടായിട്ടൊരു നിയമമാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പലരും പറയുന്നതെന്ന് പറയാം. ഏതായാലും ഇതാണിപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പല പ്രതിപക്ഷ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം. അതോടൊപ്പം ജോസ് കെ മാണിയും എതിർപ്പ് പ്രകടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വനം വകുപ്പ് മേഖലയിൽ അല്ലെങ്കിൽ കർഷകരോട് സർക്കാർ കാണിക്കുന്ന അനീതിയാണ് ഈ നിയമമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.